അല്ല, ഇന്നലെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പ്രോജക്റ്റ് വരുമെന്ന് പറഞ്ഞു. ഞങ്ങൾ അതിനെയും സ്വാഗതം ചെയ്യുന്നു, ഇതിനെയും സ്വാഗതം ചെയ്യുന്നു. പക്ഷേ സിൽവർ ലൈനെ പോലുള്ള ഒരു അബദ്ധം കൊണ്ടുവരരുത്. കേരളത്തിൽ അതിവേഗ റെയിൽപാത വേണം. സിൽവർ ലൈൻ എന്ന് പറയുന്നത് ഒരു DPR തട്ടിക്കൂട്ടിയ DPR ആയിരുന്നു. ഞങ്ങൾ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തു. അത് കേരളത്തിൽ വലിയ എൻവയോൺമെന്റ് ഇമ്പാക്ട്, പാരിസ്ഥിതിക പ്രത്യാഘാതം ഉണ്ടാക്കുമായിരുന്നു. അത് കേരളത്തെ സാമ്പത്തികമായി തകർക്കുമായിരുന്നു. 100 കോടി രൂപ അതിനുവേണ്ടി ബജറ്റിൽ നിന്ന് ചെലവാക്കി. അത് പോയി, ആ 100 കോടി പോയി, അതിനുവേണ്ടി ചെലവാക്കി. എന്നിട്ടിപ്പോ പോവാൻ നേരത്ത് പുതിയ പദ്ധതി കൊണ്ടുവരുമെന്ന് പറയാം. വെറുതെ പറയാമല്ലോ, പോണ വഴിക്ക് ഒരു പദ്ധതി കൊണ്ടുവരുമെന്ന്. ഒരു ഐഡിയ ഇല്ല. അതിനുവേണ്ടി ഒരു പഠനവും നടത്താതെ ഒരു കാര്യവും ചെയ്യാതെയാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ എല്ലാത്തിനെയും എതിർക്കാൻ. ഇന്നലെ വ്യവസായ മന്ത്രി എന്നെ വിമർശിച്ചു. അതായത് റെയിലിനെ എതിർത്ത ആളുകൾ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നപ്പോൾ സ്വാഗതം ചെയ്തു. ഞങ്ങൾ പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റ് ഒരു പദ്ധതി, അവരല്ലേ റെയിൽവേ വകുപ്പ്, അവരൊരു പദ്ധതി പ്രഖ്യാപിച്ചാൽ നമ്മൾ എന്തിനാ എതിർക്കണത്? അത് കൊണ്ടുവരുമ്പോൾ കേരളത്തിന്റെ സവിശേഷത സാഹചര്യങ്ങൾ പരിഗണിച്ച് പാരിസ്ഥിതിക പ്രത്യാഘാതമോ ഒന്നുമില്ലാതെ അവർ കൊണ്ടുവന്നേ ഞങ്ങൾ സ്വീകരിക്കും. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യും, അതിനെ സപ്പോർട്ട് ചെയ്യും. കേന്ദ്ര റെയിൽവേ വകുപ്പ് കൂടി ഭരിക്കുന്ന കേന്ദ്രം ഒരു പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോൾ വേണ്ടാന്ന് പറയണ എന്തിനാ?